ആളുകൾ ദിനോസറിനെ കണ്ടോടുന്ന വീഡിയോ ഞാൻ നിർമ്മിച്ചതാണ്. ഇതുപോലെ നിങ്ങൾക്കും നിർമ്മിക്കാം. ഈ ഫോട്ടോ ഞാൻ വീഡിയോ ആക്കിയതാണ്. ഇതുപോലെ നിങ്ങൾക്കും ഫോട്ടോ വീഡിയോ ആക്കാം. ഈ ഫോട്ടോ ഞാൻ നിർമ്മിച്ചതാണ്. ഇതുപോലെ നിങ്ങൾക്കും നിർമ്മിക്കാം. അതിന് ആദ്യം പ്ലേ സ്റ്റോർ തുറന്ന് AI മെറ്റ AI എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്. നിങ്ങൾക്കും ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒരു നടുക്കുള്ള മെറ്റ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട വീഡിയോ എന്താണ് വേണ്ടതെന്ന് എഴുതി കൊടുക്കുക. ഞാനിവിടെ ദിനോസറിനെ കണ്ട് ആളുകൾ ഓടുന്ന വീഡിയോ നിർമ്മിച്ചു തരുമോ എന്നാണ് ചോദിക്കുന്നത്. അതിനുശേഷം ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ റെഡിയായി വരുന്നുണ്ട്. നാല് വീഡിയോ ആണ് റെഡിയായി വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ റെഡിയായി. ഇനി നമുക്ക് വേണ്ട വീഡിയോയിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും. ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ മുകളിൽ കാണുന്ന 3 കുത്തിലൊന്ന് അമർത്തുക. കുത്തുള്ളതിൽ ഒന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് അവിടെ സേവ് കൊടുത്താൽ നമ്മൾ ഗാലറിയിലേക്ക് അത് സേവ് ആയിട്ടുണ്ടാകും. ഇനി നമുക്കൊരു ഫോട്ടോ ചലിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മെറ്റ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പ്ലസ് ബട്ടണിൽ ഞെക്കി നേരെ ഗാലറിയിലേക്ക് പോകാം. നമുക്ക് ഏത് ഫോട്ടോ ആണ് ചലിപ്പിക്കേണ്ടതെന്ന് തിരഞ്ഞെടുക്കാം. നമുക്ക് ഇവിടെ ഒരു വീഡിയോ തിരഞ്ഞെടുക്കാം. ഇനി ഈ ഫോട്ടോ ചലിക്കുന്ന വീഡിയോ ആക്കി തരുമോ എന്ന് എഴുതി ചോദിക്കുക.
ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോട്ടോ വീഡിയോ ആകാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ റെഡിയായി. ഈ വീഡിയോ നേരിട്ട് സേവ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അതിനുള്ള വഴി നോക്കാം. ഇവിടെ മേലെ കാണുന്ന ഐക്കണിൽ ടെലിഗ്രാമിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ടെലിഗ്രാമിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മേലെ കാണുന്ന 3 കുത്തിൽ ഒന്ന് ടച്ച് ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതൊരു ഫോട്ടോ എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. മെറ്റ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് പ്ലസ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ റൊണാൾഡോയുടെ ചിത്രം തിരഞ്ഞെടുക്കാം. ഇനി നമുക്ക് ദിനോസറിൻ്റെ പുറത്ത് റൊണാൾഡോ സഞ്ചരിക്കുന്ന ഫോട്ടോ നിർമ്മിച്ചു തരുമോ എന്ന് ചോദിക്കാം. ഏറോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോ 4ആയി റെഡിയായി വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ ഒരു ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് മുകളിലുള്ള 3 കുത്ത് കാണാം.
അതിലൊന്ന് ടച്ച് ചെയ്യുക. ഫോട്ടോയിൽ ടച്ച് ചെയ്താൽ മുകളിൽ ഒരു 3 കുത്ത് കാണാം. അവിടെ ടച്ച് ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വാട്സപ്പിൽ പോയി സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള വീഡിയോയ്ക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ.